മണ്ണാകുമീ ശരീരവും മണ്ണയമാം സകലവും വിട്ടങ്ങു ഞാൻ പറന്നിടും ശാശ്വതമാം ഭവനത്തിൽ. സുഭാഷിതം. ദാനിയേൽ പ്രവചനം 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ ചരിത്രപരമായിരുന്നു. ഇന്ന് നാം ചിന്തിക്കുന്ന 7-ാം അധ്യായത്തിൽ ദാനിയേൽ കണ്ട സ്വപ്നവും ദർശനവും അവയുടെ സാരവും വിവരിച്ചിരിക്കുന്നു. 28 വാക്യങ്ങളുള്ള ഈ അധ്യായം 2 ഭാഗങ്ങളായി തിരിക്കാവുന്നതാണ്. ആദ്യ ഭാഗം ദാനിയേലിന്റെ സ്വപ്നവും രണ്ടാമത്തെ ഭാഗം അതിന്റെ വിശദീകരണവുമാകുന്നു. 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ 4 മഹാമൃഗങ്ങളുടെ ദർശനം ലഭിക്കുന്നു. സിംഹ സദൃശ മൃഗം, കരടി സദൃശ മൃഗം, പുള്ളിപ്പുലി സദൃശ മൃഗം, ഘോരവും ഭയങ്കരവുമായ മൃഗം. 9-10 വാക്യങ്ങളിൽ വയോധികനായവൻ ന്യായാധിപനായിരിക്കുന്നു. പിന്നീട് മൃഗങ്ങളെ വിധിക്കപ്പെടുകയും 4-ാമത്തേത് നശിക്കപ്പെടുകയും ചെയ്യുന്നു. 13-ാം വാക്യത്തിൽ രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോട് വരുന്നത് കണ്ടു. 14-ാം വാക്യം വായിക്കുന്നത് സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്ത് നശിച്ചു പോകാത്തതുമാകുന്നു. യേശു കർത്താവിനെ കുറിച്ചുള്ള ദർശനമാണ് ദാനിയേൽ കാണുന്നത്. ദർശനത്തിൽ പരവശനായി തീർന്ന ദാനിയേൽ ദൂതനോട് അർത്ഥം ചോദിക്കുന്നു. 16 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ഈ സ്വപ്ന ദർശനങ്ങളുടെ അർത്ഥവും അതിന്റെ വിശദീകരണവും. ആ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാരാകുന്നു എന്ന് 17-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ഇത് ബാബിലോൺ, മേദ്യ പേർഷ്യ, ഗ്രീസ്, റോമൻ ഭരണത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് വേദപണ്ഡിതാക്കളുടെ അഭിപ്രായം. 18-ാം വാക്യം വായിക്കുന്നത് എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. But the saints of the Most High shall receive the kingdom and possess the kingdom forever, even forever and ever. ഈ ഭൗമിക മനുഷ്യരാജ്യങ്ങൾ എന്നേക്കും നിലനിൽക്കയില്ല എന്ന് വ്യക്തമാക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്ന വിശുദ്ധന്മാർക്ക് ഒരു നിത്യരാജ്യത്വം നൽകും. നമ്മെ വീണ്ടെടുത്ത, നമ്മെ സ്നേഹിച്ച, തന്റെ മക്കളാക്കി തീർത്ത യേശു കർത്താവ് നിത്യരാജാവായിരിക്കും. യേശു കർത്താവിന്റെ 2-ാം വരവിങ്കൽ ഈ രാജ്യം ആരംഭിക്കും. ഭൂമിയിൽ 1000 വർഷം ഭരണം നടത്തും. തുടർന്ന് പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും എന്നേക്കുമായി വാഴും. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവിടുത്തെ കൽപ്പന പ്രകാരം ജീവിക്കുന്നവരാണ് വിശുദ്ധന്മാർ. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ അഭിസംബോധന ചെയ്തു: കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക് തന്നെ എഴുതുന്നത്. യേശു കർത്താവിനോടൊപ്പം നിത്യരാജ്യത്തിൽ, നിത്യയുഗത്തിൽ അവിടുത്തോടൊപ്പം ആയിരിക്കണമെങ്കിൽ ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും അവിടുത്തെ കൽപ്പന പ്രകാരം ജീവിക്കുകയും ചെയ്യേണ്ടതാകുന്നു. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമത്രേ. വിശുദ്ധന്മാരായി നിത്യയുഗത്തിൽ വാഴുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അവിടുന്ന് രാജാവായി വാഴുവാൻ പോകുന്ന നിത്യയുഗത്തിൽ അടിയങ്ങളുമായിരിക്കാൻ കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.